ഹലോ നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ഒരുക്കി വെക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൾ റിക്വസ്റ്റ് ചെയ്തത്. കാരണം അവളും ഇതുപോലെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി, ഡെലിവറിക്ക് ഏകദേശം സമയമായി തുടങ്ങിയിരിക്കുന്നു. അവളുടെ ഫ്രണ്ട്സും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി കൺഫ്യൂഷനാണ്, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, ആരോട് ചോദിക്കണം. അപ്പം അവൾ പറഞ്ഞു ഇങ്ങനൊരു വീഡിയോ ചെയ്യാം, അങ്ങനെ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഇനി കുറച്ച് മാസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ UK സമ്മറിന്റെ സമയമാണ്. വിന്റർ എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി സമ്മർ ആകുമ്പോൾ വേനൽക്കാലമൊക്കെ ആയി തുടങ്ങുന്നതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇനി സമ്മർ, ഇനി അങ്ങോട്ടേക്കുള്ള ഒരു സീസൺ പ്രകാരമാണ് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ക്ലോത്ത്സ് ആണ്, ഡ്രസ്സാണ്. ആ ഡ്രസ്സിൽ ഞാൻ എഴുതിയിരിക്കുന്നത് വെസ്റ്റ്. നമുക്ക് എന്താണ് ഇവിടെ ഡെലിവറി കഴിയുമ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കുന്നത് വെസ്റ്റ് ആണ്. അപ്പോൾ വെസ്റ്റ് ക്ലോത്ത്സ് വേണം. അതേപോലെ തന്നെ റോംഫേഴ്സ് വേണം. കാരണം കുഞ്ഞുങ്ങളുടെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി ചൂടോട് കൂടിയിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടതല്ലേ. അപ്പോൾ റോംഫേഴ്സ് വേണം. അതേപോലെ തന്നെ മിറ്റൻസ് വേണം, സോക്സ് വേണം. പിന്നെ അതേപോലെ തന്നെ എന്താണ് കുറച്ച് സ്വാഡിൽസ്, എന്താണ് നമ്മുടെ നല്ല പ്യൂർ കോട്ടൺ ആയിട്ടുള്ള സ്വാഡിൽസിന്റെ ക്ലോത്ത് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഡ്രസ് ഐറ്റംസിൽ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവർക്ക് വാങ്ങി വെക്കേണ്ടത് കേട്ടോ. അതേപോലെ തന്നെ ഹാറ്റ്, തൊപ്പി വേണം. വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ തൊപ്പി ഇടില്ല, പക്ഷെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് തൊപ്പി വേണമല്ലോ. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ക്ലോത്ത്സ്, വസ്ത്രങ്ങളുടെ അടിയിൽ നമുക്ക് വാങ്ങി വെക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ സ്ലീപ്പിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് രാത്രി കുഞ്ഞുങ്ങൾ ഉറക്കവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഒരുക്കി വെക്കേണ്ടത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ബേബി മോണിറ്റർ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ ഈ ബേബി മോണിറ്ററും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഇവിടെ ബേബി മോണിറ്റർ അത്യാവശ്യമായിട്ട് വെക്കേണ്ടതാണ്. അപ്പം നമ്മളിവിടെ വേറൊരു റൂമിലൊക്കെ ഇല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ കിടത്തുന്നത്, നമ്മുടെ കൂടെ ആയിരിക്കില്ല ചിലപ്പോൾ കിടത്തുന്നത്. അതേപോലെ കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ പകലാണെന്നുണ്ടെങ്കിലും റൂമിൽ കിടത്തി നമ്മൾ അടുക്കളയിൽ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊരു ബേബി മോണിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞ് എന്താണ് നമുക്ക് അതിലൂടെ കുഞ്ഞുങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. മോണിറ്ററിലൂടെ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞെന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ബേബി മോണിറ്റർ അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാവുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ വേണ്ടത് ബ്ലാങ്കറ്റ് ആണ്. കുഞ്ഞുങ്ങളെ പുതപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബ്ലാങ്കറ്റ് വേണം. പിന്നെ വേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെല്ലുലാർ ബ്ലാങ്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടാവും. ബ്ലാങ്കറ്റിനുള്ളിൽ ഇങ്ങനെ ഹോളായിട്ട് കാണാം. അതാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചില കുട്ടികൾ നമുക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ അതാണല്ലോ, മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന്. ഈ സെല്ലുലാർ ബ്ലാങ്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞിനെ പുതപ്പിക്കാം. അത് നമ്മുടെ മുഖത്ത് തട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്, മുഖത്ത് വീണാൽ തന്നെ കുഴപ്പമൊന്നുമില്ല. കാരണം അതിലൂടെ നമുക്ക് കുട്ടികളുടെ ശ്വാസം പുറത്തോട്ടേക്ക് പോകാനുള്ള ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ല സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെല്ലുലാർ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് വൈറ്റ് നോയ്സ് മേക്കർ ആണ്. ഈ വൈറ്റ് നോയ്സ് മേക്കർ എന്താണെന്ന് വെച്ചാൽ ഒരു എന്താണ് സൗണ്ട്, നമുക്ക് കുഞ്ഞിന് കിടക്കുന്ന സമയത്ത് ആ ഒരു നോയ്സ് സൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ആ നല്ലോണം കിടന്നുറങ്ങും. അങ്ങനത്തെ നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് വൈറ്റ് നോയ്സ് മേക്കറും. അത് ഓപ്ഷനാണ്. ഞാൻ ആ സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം ഞാൻ എന്താണ് നമ്മുടെ ക്രാഡിൽ വെക്കുന്ന ഒരു സംഭവമുണ്ട് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് അതിൽ ഈ വൈറ്റ് നോയ്സ് ഉണ്ടായിരുന്നു. അല്ലാത്ത സമയത്ത് ഞാൻ യൂട്യൂബിൽ വൈറ്റ് നോയ്സ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് അതൊക്കെ വെച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ വൈറ്റ് നോയ്സ് മേക്കർ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ സാധനങ്ങളൊക്കെ. ഇപ്പോൾ വാങ്ങിക്കേണ്ടത് ഇതൊക്കെയാണ്. ഇതിൽ നിങ്ങൾക്ക് വീണ്ടും എന്താ പറയുന്നത് സാധനങ്ങൾ ഒന്നുകൂടെ സോർട്ട് ഔട്ട് ചെയ്യാം, എന്തൊക്കെ വാങ്ങിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ ഞാനൊരു വൈറ്റ് നോയ്സ് മേക്കർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എഴുതിയിരിക്കുന്നത് കുഞ്ഞിന് വേണ്ട തൊട്ടിലാണ്. അതായത് നമ്മുടെ ബെഡിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് കിടത്താൻ പറ്റുന്ന എന്താണ് ക്രാഡിൽ സെറ്റപ്പ് ഉണ്ട്, ആട്ടുന്ന ഇതുണ്ട്. അതെല്ലാം ഒരു സൈഡ് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ ബെഡിനോട് ചേർത്ത് വെക്കാം, അല്ലാത്ത സമയം സെപ്പറേറ്റ് ആക്കി വെക്കാം. അങ്ങനെയുള്ള കുഞ്ഞിനെ കിടത്താനുള്ള കുഞ്ഞിന് സെപ്പറേറ്റ് ആയിട്ടുള്ള തൊട്ടിൽ വേണം. അതേപോലെ തന്നെ പിന്നെ വേണ്ടത് മാട്രസ് പ്രൊട്ടക്ടർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നാപ്പിയൊക്കെ മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞു മൂത്രം ഒഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാട്രസ് പ്രൊട്ടക്ടർ നമുക്ക് വാങ്ങിക്കാം. പിന്നെ വേണ്ടത് ക്രിപ്പ് ഷീറ്റ് ആണ്. നമ്മൾ തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തുന്ന സമയത്ത് അതിൽ നമുക്ക് കറക്റ്റായിട്ട് പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഉറക്കമായിട്ട് റിലേറ്റ് ചെയ്തത് മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ പെസിഫയർ ആണ്. അതും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ. പെസിഫയർ വാങ്ങിക്കാം. പിന്നെ വേണ്ടത് ബൗൺസർ ആണ്. അതായത് ഇപ്പോൾ കുറച്ചൊരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബൗൺസറിൽ ഒരു ചെയർ പോലെയാണ്, അതിട്ട് ഇങ്ങനെ കുഞ്ഞിനിങ്ങനെ ആടി കളിക്കാൻ പറ്റും. അപ്പോൾ ബൗൺസർ ആണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ
സ്ലീപ്പിങ്ങിൻ്റെ ഇത് വന്ന് കുഞ്ഞുവിൻ്റെ ഉറക്കമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട സംഭവങ്ങളാണ്. ഒന്നൊരു ബ്ലാങ്കറ്റ് വേണം, പിന്നെ സെല്ലുലാർ ബ്ലാങ്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും മിസ്സായി പോകരുത്. സെല്ലുലാർ ബ്ലാങ്കറ്റ്, പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് നോയ്സ് മേക്കർ, അല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ലൈറ്റ്, അതിനോടൊപ്പം തന്നെ ലൈറ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് നല്ല വെളിച്ചുണ്ടാവും റൂമിനകത്ത്. പിന്നെ മാട്രസ് പ്രൊട്ടക്ടർ വേണം, അതുപോലെ തന്നെ ഒരു ക്രിപ്പ് ഷീറ്റ് നമ്മുടെ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ കുഞ്ഞിനുള്ള ബെഡ് വേണം, പിന്നെ വേണ്ടത് എന്താണ് പസിഫയർ ആണ്, അതേപോലെ തന്നെ ബൗൺസർ ചെയർ. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് കുഞ്ഞുമായിട്ട് ഉറക്കമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കേണ്ടത്. അടുത്തത് ഫീഡിങ്, കുഞ്ഞിൻ്റെ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തത്. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് അല്ലേ കുഞ്ഞിന് കൊടുക്കുന്നതെന്ന്. ശരിയാണ്, ബ്രസ്റ്റ് മിൽക്കാണ്. പക്ഷേ ഇനി അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ബ്രസ്റ്റ് മിൽക്കിന് എന്താണ് കുറവോ അല്ലെങ്കിൽ കുഞ്ഞിന് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫോർമുലയിലേക്ക് പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലാണ് നമുക്ക് കൂടുതൽ ഇവിടെ സാധനങ്ങൾ നമ്മൾ ഒരുക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഫോർമുല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണം. ഫോർമുലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോക്ടർമാരും അല്ലെങ്കിൽ ഒരു മിഡ് വൈഫും ഒരു ഫോർമുലയും റെക്കമെൻഡ് ചെയ്യാറില്ല കുഞ്ഞുങ്ങൾക്ക്. നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കുഞ്ഞുങ്ങൾക്ക് ഇന്ന ഫോർമുല കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യില്ല, നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പല ബ്രാൻഡിൻ്റെ ഫോർമുലയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെറിയൊരു സാമ്പിൾ ചെറുത് വാങ്ങിച്ച് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാം. എൻ്റെ മോന് ഞാൻ ഫോർമുല സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് ഞാൻ ജനിച്ചപ്പോഴൊന്നും ഞാൻ ഫോർമുല കൊടുത്തില്ല കേട്ടോ. ഒരു 4 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവന് ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോർമുല കൊടുത്തത് കെൻജമിലാണ്. കെൻജമിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊന്നും ആരും ഈ കെൻജമിൽ യൂസ് ചെയ്തിട്ടായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ പേരും അപ്റ്റാമിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കെൻഡമിലാണ് അവന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത്. പക്ഷെ അവന് യാതൊരുവിധ ഗ്യാസിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒരു കുഴപ്പവും അവന് ദൈവാനുഗ്രഹം കൊണ്ട് അവന് ഉണ്ടായിട്ടേയില്ല. ഫോർമുലയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അവൻ്റെ പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് കെൻഡമിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കൊടുക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു ടേസ്റ്റിന് വലിയ വ്യത്യാസം അങ്ങനെ ഒന്നുമില്ല, നല്ല ഫോർമുലയാണ്. അപ്പോൾ കെൻഡമിലാണ് ഞാൻ അവന് കൊടുത്തത്. ഞാൻ അത് ഒരിക്കലും വേറെ ഒരാൾക്കും ഞാൻ റെക്കമെൻഡ് നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ എന്ന് ഞാൻ പറയില്ല. കാരണം ഓരോ കുഞ്ഞുങ്ങളും ഓരോ രീതിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുമോ എന്താണെന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഫീഡിങ് ബോട്ടിലാണ്. നമ്മൾ ഈ ഫോർമുല കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലാണ്. ബോട്ടിലും ഇഷ്ടം പോലെ ബ്രാൻഡ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തത് നാനോ ബേബിൻ്റെ ഒരു സിലിക്കണിൻ്റെ ഒരു ബോട്ടിലും അതേപോലെ തന്നെ മാമിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തത്. അത് രണ്ടും നല്ല ബോട്ടിലായിരുന്നു കേട്ടോ. ആൻറ്റി കോളിക്കാണ്. അപ്പോൾ അതും ഗ്യാസും കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ സംഭവങ്ങൾ വേണം. മെയിനായിട്ട് ഫോർമുല വേണം, കുഞ്ഞുങ്ങൾക്കുള്ള ബോട്ടിൽ വേണം. ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെറിലൈസർ നമുക്ക് വാങ്ങിക്കണം. ഈ നാനോ ബേബി ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെറിലൈസർ സെപ്പറേറ്റ് വേണം സ്റ്റെറിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. പക്ഷെ മാമിൻ്റെ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആ ബോട്ടിൽ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വേറെ സെപ്പറേറ്റ് ഒരു സ്റ്റെറിലൈസറിൻ്റെ ആവശ്യം നമുക്കില്ല. പിന്നെ വേണ്ടത് ഈ ബോട്ടിലെല്ലാം കഴുകി വൃത്തിയാക്കാനുള്ള ഒരു ബ്രഷിൻ്റെ സെറ്റ് 3 സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ ഈ പ്രിപ്പറേഷൻ മെഷീൻ ഉണ്ട്. ഈ ഫോർമുല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ടോമി ടിപ്പിൻ്റെ ഒരു മെഷീനൊക്കെ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. നോർമലി നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ ഇതൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ഫോർമുല പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മേടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് റെഡി ടു ഫീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല കിട്ടും. അതായത് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് നമുക്ക് കുഞ്ഞിന് കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഈ പൊടിയല്ല, അതല്ലാണ്ട് റെഡി ടു ഫീഡ് ബോട്ടിൽ പാലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ നിപ്പിളും നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഡയറക്റ്റ് ബോട്ടിൽ ഓപ്പൺ ചെയ്യുക, നിപ്പിളിടുക, കുഞ്ഞിന് കൊടുക്കുക. അപ്പോൾ റെഡി ടു ഫീഡ് എപ്പോഴും കയ്യിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു 3-4 ബോട്ടിൽ നിങ്ങൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു സേഫ് ആയിരിക്കും. കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ മിഡ് വൈഫ് ആ സമയത്ത് നമ്മളോട് എങ്ങനെയാണ് പെരുമാറുക എന്താണെന്നുള്ളതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കിത് അറിയില്ലേ, നിങ്ങളതൊക്കെ എടുത്തു വെക്കേണ്ടതെന്നൊക്കെ ഇങ്ങോട്ടേക്ക് ചോദിക്കും. അപ്പോൾ അത് കയ്യിലൊരു സേഫ് സൈഡിൽ അതിലേക്ക് വെച്ചോളൂ. പിന്നെ വേണ്ടത് ഒരു ബർപ്പ് ക്ലോത്ത് ആണ്. കുഞ്ഞിന് പാല് കുടിച്ച് ചിലപ്പോൾ തേട്ടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കേട് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നമുക്ക് ബർപ്പ് ഇട്ടിട്ട് നമുക്കത് യൂസ് ചെയ്യാം.
പിന്നെ അതേപോലെ തന്നെ ബിബാണ് കേട്ടോ. എന്താണ് ബിബ് പാക്കറ്റ് നമുക്ക് കുഞ്ഞിന് കുറച്ച് ബിബ്സ് ക്ലോത്ത് ഒക്കെ നമുക്ക് കുറച്ച് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ബോട്ടിലൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഒന്ന് നമുക്ക് മേടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെയിൻ സംഭവം ഫോമുല വേണം, ബോട്ടിൽ വേണം, ബോട്ടിൽ കഴുകാനുള്ള ബ്രഷും കാര്യങ്ങളും വേണം, നമ്മുടെ സ്റ്റെറിലൈസർ വാങ്ങിക്കണം, അതേപോലെ തന്നെ റെഡി ടു ഫീഡ് ബോട്ടിൽ, പിന്നെ ബിബ് ക്ലോത്ത്, ബർബ് ക്ലോത്ത്, ഇത്രയും സംഭവങ്ങൾ ഫീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തത്. അടുത്തത് നമുക്ക് കുഞ്ഞിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ചേഞ്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തത്. അതായത് ഇപ്പോൾ ഡ്രസ്സ് മാറ്റുക, അതല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ നാപ്പിയൊക്കെ മാറ്റുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തത് നമ്മൾ കരുതി വെക്കേണ്ടത്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് നാപ്പീസ് ആണ്. സൈസ് 1, സൈസ് 0, സൈസ് 1 ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും സ്റ്റാർട്ടിങ് സൈസിൽ വാങ്ങിക്കാം. ഏത് നാപ്പിയാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലവർക്കും ഞങ്ങൾ ഒരുവിധം എല്ലാ നാപ്പീസും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, പാമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാം യൂസ് ചെയ്തതിനേക്കാളും ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ LDയിലുള്ള നാപ്പിയാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതല്ലാണ്ട് ഞാൻ ആമസോണിൽ, ഞാനിപ്പോൾ പേര് ഓർമ്മയില്ല, പക്ഷെ ആമസോണിൽ ഞാനൊരു 2 ബ്രാൻഡ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും നല്ല അടിപൊളിയാണ്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് സാധാരണ അഫോർഡബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് LDന്റെ നാപ്പി നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ബേബി വൈപ്പാണ്. അപ്പോൾ കൂടുതലും 99% വാട്ടർ ആയിട്ടുള്ള ബേബിന്റെ വാട്ടർ വൈപ്സ് നമുക്ക് കിട്ടും. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പക്ഷെ നമ്മൾ ജനിച്ച ഒരു കുറച്ച് മാസമെങ്കിലും നമ്മൾ അങ്ങനത്തെ ഒരു വാട്ടർ വൈപ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് പിന്നെ ഇഷ്ടമുള്ള വേറെ ബ്രാൻഡിലേക്ക് പോവാം വേണം. അത് പിന്നെ വേണ്ടത് ചേഞ്ചിങ് മാറ്റ് ആണ്. ചേഞ്ചിങ് മാറ്റ് നമ്മൾ കുഞ്ഞിനെ മാറ്റുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പുറത്ത് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ജനിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ വെയിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം, ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലൊരു ചേഞ്ചിങ് മാറ്റ് നമ്മൾ കരുതി വെച്ചേക്കണം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചേഞ്ചിങ് ബാഗാണ്. ഇപ്പോൾ ഈ നാപ്പിയും കാര്യങ്ങളൊക്കെ മാറ്റി കഴിയുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗും കാര്യങ്ങളും നമ്മൾ കരുതി വെക്കണം. പിന്നെ അതേപോലെ തന്നെ നാപ്പി ക്രീം വളരെ നിർബന്ധമായിട്ട് നമ്മൾ കയ്യിൽ കരുതി വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് കുഞ്ഞിൻ്റെ ചേഞ്ചിങ്ങായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ചു വെക്കേണ്ടത്. ഇനി വേണ്ടത് നമുക്ക് കുളിയും കുഞ്ഞിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കരുതി വെക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാത്ത് ടബ് നമുക്ക് വേണം. കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാത്ത് ടബ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിക്കുക. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള ബേബി സ്പഞ്ച് നമുക്ക് കിട്ടും. പിന്നെ ബേബി വാഷ്, അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ആരും ഒന്നിനും ഇന്നത് റെക്കമെൻഡഡ് എന്നൊന്നും ആരും പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേബി വാഷ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബേബി ലോഷൻ നമുക്ക് വേണം. പിന്നെ ഹെൽത്ത് കെയർ കിറ്റ് എന്ന് വെച്ചാൽ കുഞ്ഞിനുള്ള കോമ്പും അതേപോലെ തന്നെ സെക്ഷൻ ചെയ്യാനുള്ളത്, ഇനി അഥവാ കുഞ്ഞിന് വല്ല ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും, പിന്നെ അതേപോലെ തന്നെ ഒരു നെയിൽ ഫൈലർ, അപ്പോൾ അതൊക്കെ ആയിട്ട്, പിന്നെ തെർമോമീറ്റർ, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നമുക്കൊരു ഹെൽത്ത് കെയർ കിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കിട്ടും. അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. തെർമോമീറ്ററും നിർബന്ധമാണ്. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വീട്ടിൽ നമുക്കൊരു ടെമ്പറേച്ചർ മോണിറ്റർ നമുക്കൊരു ഇത് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ റൂമിൽ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും, ഹ്യൂമിഡിറ്റി എത്രയുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ട സംഭവങ്ങളാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു എന്താണ് കാറിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാർ സീറ്റ് നമുക്ക് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ വാങ്ങിച്ചു വെക്കണം. അപ്പോൾ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർ സീറ്റ് നിർബന്ധമായിട്ട് ഫസ്റ്റ് കൊടുത്താലേ നമുക്ക് കുഞ്ഞിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി അഥവാ നടന്നു വരാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ പ്രാമും കാര്യങ്ങളും നമുക്ക് വാങ്ങിച്ചു വെക്കാം. സോ പ്രാമും കാർ സീറ്റും ഇവിടെ നിർബന്ധമാണ്. ഇനി ചൂട് കാലത്തേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ഒരു 2 കാര്യങ്ങളും കൂടി ഞാൻ അഡീഷണലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഹ്യൂമിഡിഫയർ ആണ്. ഇനി നല്ലോണം ചൂടാവുന്ന സമയത്ത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അന്തരീക്ഷത്തിൽ ഇച്ചിരി വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമിഡിഫയർ, വേനൽക്കാലത്തും തണുപ്പാവുന്ന സമയത്ത് നമുക്ക് ഹ്യൂമിഡിഫയർ ആണ് വേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഒരു എയർ പ്യൂരിഫയറും നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാം. കാരണം ഇനി വേനൽക്കാലാകുമ്പോൾ ഒരുപാട് പോളൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ അവർ കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയർ പ്യൂരിഫയർ നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു വെക്കാം. ഈ 2 കാര്യങ്ങളും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം. പക്ഷെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പുതിയൊരാളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചു വെക്കേണ്ടത്. ഞാൻ പ്രത്യേകിച്ചൊന്നും മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഞാൻ മിസ്സായിട്ടുണ്ട് ഈ വീഡിയോ
കാണുന്ന സമയത്ത് ഇന്ന സാധനങ്ങളൊന്നും നീ ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി ഡെലിവറി ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം കേട്ടോ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.